നമസ്കാരം മച്ചാമാരെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഒരു വരുന്ന സ്ഥലമല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ പിശാചിനെ കണ്ട അവസ്ഥ ആട്ടാ. പരമാവധി ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഏത് സൈഡിലാണ് പോലീസുകാർ നിൽക്കുന്നത്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ, ഫുൾ നോക്കി ഫുൾ കോൺസെൻട്രേഷൻ വേണം. വണ്ടിയിൽ കോൺസെൻട്രേഷൻ ഇല്ല, പോലീസുകാർ എവിടെയാണെന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു അലോ ഇട്ട് കഴിഞ്ഞാൽ 5000 രൂപ, അതുപോലെ തന്നെ പല പല ഫൈനുകളാണ് നമുക്ക് ഓരോ ദിവസവും അടിച്ചേൽപ്പിക്കുന്നത്. കുറേയൊക്കെ MVDൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. നോ സിൻസ് ഞാൻ ഈ മോഡിഫിക്കേഷനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സിമ്പിൾ മോഡിഫിക്കേഷനും ഹെവി മോഡിഫിക്കേഷനും. ഈ സിമ്പിൾ മോഡിഫിക്കേഷൻ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അലോയിട, ചെറിയ സ്റ്റിക്കർ വർക്ക്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഒന്നും ചെയ്യുന്നതിൽ ഞാനൊരു എതിർപ്പും ഇല്ല, ഒരു കാര്യം പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഹെവി മോഡിഫിക്കേഷൻസ് ചില വണ്ടികളുടെ എയറോണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ മേടിച്ചു പോകും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകും, എൻ്റെ വണ്ടി സ്കൂട്ടറാണ് കേട്ടോ. ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു വലിയൊരു ബൈക്ക് പോയി. സൂപ്പർ ബൈക്കാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, കാണാനൊന്നും പറ്റുന്നില്ല. എൻ്റെ അപ്പുറത്തെ കോൺസെൻട്രേഷൻ പോയി. നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് ഒരു ഫീമെയിലാണ് ആ വണ്ടി ഓടിക്കുന്നെങ്കിൽ അവിടെ വീണിരിക്കും, 100% ഉറപ്പ്. അതുപോലെ തന്നെ വലിയ ബമ്പർ, ടയറൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടികളും ഉണ്ട്. അതുപോലെ തന്നെ ഈ മഡ് ഫ്ലാപ്പ് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലുള്ള ദോഷം നിങ്ങൾക്ക് അറിയാം. കുറേ നാറികളുണ്ട്, നാറികൾ നമ്മൾ പറയണം. പക്ഷേ ഞാനും മഡ് ഫ്ലാപ്പ് കട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ പുറകെ വരുന്ന വണ്ടിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ചെളിയടിക്കും, എന്തോരം ചെളിയടിക്കുന്നറിയോ. ഒരു വൈറ്റ് ഷർട്ട് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അവസ്ഥയാണ്. നമ്മളൊരാളെ ഉപദ്രവിച്ചിട്ട് ഒരിക്കലും ഒരു മോഡിഫിക്കേഷൻ ചെയ്യരുത്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ മൊത്തം ബാബ്സിൻ്റെ വണ്ടി ഇല്ലീഗൽ വണ്ടിയല്ലേ അത്. പക്ഷെ ആ ഇല്ലീഗലാക്കിയത് ആരാണ്? ആ സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അത് കിട്ടുമ്പോൾ ലീഗൽ, നമ്മൾ വച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം എൻ്റെ കൂടെ ഒരു ഓഫ് റോഡർ ഉണ്ട്, ഓഫ് റോഡിങ് ചെയ്യുന്നൊരു പയ്യനാണ്. അവനോട് ചോദിക്കാം, ബിക്കോസ് ഓഫ് റോഡിങ് ചെയ്യുന്നതിന് കുറേ സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ വെക്കണം, എന്നാൽ മാത്രമേ ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ് റോഡിങ്ങിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം മുമ്പ് പുതിയൊരു താർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് 4x4 അതിനെ 8 ടയർ വെച്ചിട്ട് നമുക്കൊരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല, ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റത്തില്ല. ആ ടയർ മാറ്റണം, പല കാര്യങ്ങളും അതിനകത്ത് മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കാം ഓഫ് റോഡിങ്ങിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന്, മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന്. ഓക്കെ, എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ചെറിയ രീതിയിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ വന്ന ഭയങ്കര, അതായത് ഒന്നും പറയാനില്ല, വേറെ ഒന്നുമല്ല. ഈ 2 ടയർ സൈസ് കുറച്ച് കൂടി കഴിഞ്ഞാൽ അതൊരു പ്രശ്നം. അതേപോലെ തന്നെ വണ്ടിയിൽ ഒരു സ്നോർക്കിൽ വെച്ചാൽ അതൊരു പ്രശ്നം. ടയർ സൈസ് എന്തിനാണ് കൂടുന്നത്? പിന്നെ അങ്ങനത്തെ ടയർ കിട്ടാനുണ്ട്. എന്തിനാണ് ടയർ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെളിയും മണ്ണൊക്കെ പിടിച്ചങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടയർ വേണം. മഹീന്ദ്ര താർ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. അതുകൊണ്ടാണ് താറിനെ തന്നെ ഫോക്കസ് ചെയ്തത്. താർ കമ്പനിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്, 4 വീൽ കമ്പനി കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് കമ്പനി ടയർ കൊടുത്തിട്ടുള്ളത്? ഇന്നേ വരെ ടയർ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് സ്പെക്ക് രീതിയിൽ വണ്ടി ഇറക്കണം. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു വണ്ടി ഓഫ് റോഡ് സ്പെക്ക് രീതിയിൽ ഇറക്കിയിട്ടുള്ളത്. MT ടയേഴ്സ് കൊടുത്തിട്ടില്ല. ശരി, MT ടയേഴ്സ് വേണ്ട, 80 ടയേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സാധനം വെച്ച് ചെളിയിൽ പിടിച്ച് കയറുന്നുണ്ടോ? ഇല്ല. പക്ഷേ അത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങി വെച്ചിട്ട് ആ ചെളിയിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടീനെ സ്പെക്ക് രീതിയിൽ, അതായത് മോശമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, റോട്ടിൽ കൂടെ പോകാനല്ല, അതായത് ആ ഓഫ് റോഡുകളിൽ കയറിപ്പോകാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം ചെയ്യണേ. ആ സാധനം ചെയ്ത് അതിനും ഫൈൻ. അതൊക്കെ പോട്ടെ. ഈ സാധനം പോട്ടെ എന്നൊന്നും പറയില്ല, അത് വിടൂ, ആ ടോപ്പിക്ക് മാറാം. ഇനി സ്നോർക്കൽ എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കണം. ആ സാധനം അടിയിൽ നിന്ന് വലിക്കുന്നതിന് വരെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വെക്കുക, അതിനൊരു എക്സ്ട്രാ സാധനം വെച്ചിട്ടേ ഉള്ളൂ, അതിന് ഫൈൻ അടിച്ചു. ഒന്നും പറയണ്ട. നമ്മുടെ കേരളം പ്രളയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇത്രയും കാലം പ്രളയം, കുറേ 2-3 പ്രളയം വന്നു. ഈ പ്രളയത്തിലൊക്കെ എവിടെ പോലീസ് വണ്ടിയും കുറേ വണ്ടികളൊക്കെ നിരക്കനെ വെള്ളത്തിൽ കൂടെ പോയിരുന്നോ? ഇല്ലല്ലോ. ഈ പറഞ്ഞ ഓഫ് റോഡ് വണ്ടികളൊക്കെ അല്ലേ പോയേ? ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണോ പോയത്? അല്ലല്ലോ. ഒറ്റ സാധനം പോലും സ്റ്റോക്ക് കണ്ടീഷൻ ഞാൻ കണ്ടിട്ടില്ല പോണത്. ഈ സാധനവും ടയറും വേണ്ടി ഈ സാധനം ഇങ്ങനെ പൊക്കി വെക്കണത് ലിഫ്റ്റിങ്, അടി തട്ടാണ്ടിരിക്കാനും കുറച്ച് ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ റോട്ടിൽ കൂടെ പോയിട്ട് സ്റ്റണ്ട് കാണിക്കാനും തേങ്ങയോടെ കാണിക്കാനൊന്നുമല്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പ്രളയത്തിൽ കൂടെ വണ്ടി ഇറങ്ങിപ്പോയത്. അല്ലാതെ വെറുതെ സ്റ്റോക്ക് സാധനമൊന്നും ഇന്നേ വരെ സ്റ്റോക്ക് സാധനം കയറി പോകണത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സ്റ്റോക്ക് വണ്ടി ഒരു കാരണവശാലും വെള്ളത്തിൽ കൂടെ പോയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചതാണ്. അതേപോലെ തന്നെ ലൈറ്റ്, ഈ മറ്റേ മഴ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ പോകെ അടിച്ച് കയറാണ്. ഇപ്പോൾ ഇടുക്കി, വയനാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലീസ് വണ്ടി നോക്കിക്കോ, പോലീസ് വണ്ടിയിലുണ്ടാവും ഈ സാധനം പോലീസ് വണ്ടിയിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ സാധനം എന്ന് വെച്ചാൽ ഫോഗിനെ ഇടിച്ച് കയറി ഫോഗിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശം തരാനാണ്. ഇത് ഒരിക്കലും വണ്ടിയുടെ സേഫ്റ്റിനെ ബാധിക്കുന്നില്ല. ഈ സാധനം ഇല്ലെങ്കിലാണ് കൺട്രോൾ പോയി വണ്ടി ഇടിക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ ഈ നല്ല കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് എനിക്കൊന്ന് ചോദിക്കണം. അല്ലാതെ ഈ ആവശ്യമില്ലാതെ റോഡ് ഷോനുള്ള മോഡിഫിക്കേഷനെ കുറിച്ചല്ല പറയുന്നത്. ഇത് യൂസുള്ള മോഡിഫിക്കേഷനാണ്. അതായത് ഒരു കാര്യം നമ്മൾ വണ്ടിയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലുക്കല്ല, അതിന് ഉപയോഗം, അതായത് ആ സാധനം വെച്ചിട്ട് ഒരു പോസിറ്റീവ് ഉപയോഗമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പെർമിഷൻ കൊടുത്തൂടെ? അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനൊരു കമ്മ്യൂണിറ്റിയോ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തുകൂടെ? ഇപ്പോൾ മച്ചാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഓഫ് റോഡിങ്ങിന് മാൻഡേറ്ററി ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓരോ ഡിസ്ട്രിക്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റി വേണം. അത്
ഒരു ഇൻഡിവിജ്വൽ തുടങ്ങേണ്ടതാവരുത്. ബിക്കോസ് അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കണം. ബിക്കോസ് നമ്മളിവിടെ പല ഡിസാസ്റ്റേഴ്സ് വരും. അത് എർത്ത് ആവാം, ഫ്ലഡ് ആവാം, എന്തും ആവാം. അപ്പോൾ ഈ സ്പെസിഫിക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ പോലീസുകാരെ കൊണ്ട് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല. നമ്മളാണ് എല്ലാ മുക്കിലും മൂലയുള്ളത്. ഈ യൂത്ത് തന്നെയാണല്ലോ ഫ്ലഡിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും റെസ്ക്യൂവിന് ഇറങ്ങിയതും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എപ്പം മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് എപ്പോൾ ലോ മാറ്റുന്നു, അപ്പോൾ ഇത് നേരെയാവുള്ളൂ. അച്ഛന്മാരെ മുമ്പത്തെ പോലത്തെ ഒരു വീഡിയോ അല്ല ഇത് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മളും ഒരു വണ്ടിപ്രാന്തനാണ്. നമുക്ക് വലിയ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഡിഫ്യൂസർ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡിഫ്യൂസർ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതാ. അല്ലാണ്ട് നമ്മൾ ഈ കഞ്ചാവ് ഇല്ലീഗൽ കിട്ടുന്ന പോലെ നമ്മൾ വാങ്ങിച്ച് വെച്ച സാധനമൊന്നും അല്ല, കടയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലാവും. അതും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കിതിനെ ഒരുമിച്ച് വേണം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. ഈ സുപ്രീം കോർട്ടിലാണ് ഇതിൻ്റെ മെയിനായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. 5 lakhs എന്തോ ആണ് അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ, നമുക്ക് കേസ് നടത്താനും പിടിക്കാനൊക്കെ. ആദ്യം 2 ലക്ഷം കെട്ടി വെക്കണം. അങ്ങനെ കുറേ ടാസ്കുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്നാലേ ഇതൊക്കെ സാധിക്കാൻ പറ്റത്തുള്ളൂ.